വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായം അതിന്റെ 24 വിശ്വാസത്താൽ മോശ ഈജിപ്തിലെ ഫറവോന്റെ മകളുടെ പകരുന്ന വിളിപ്പേരും തുടർന്ന് തനിക്ക് ലഭിക്കാവുന്ന സ്ഥാനമാനങ്ങളും രാജകീയ പദവിയും സുഖഭോഗങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ ജനത്തോടൊപ്പം കഷ്ടത അനുഭവിക്കാനുള്ള ദൈവിക വിളി തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. മോശയ്ക്കെല്ലാം ഉണ്ടായിരുന്നു: രാജത്വം, അധികാരം, കൊട്ടാരത്തിലെ ആഡംബര ജീവിതം, തുടർന്ന് തനിക്ക് ലഭിച്ചേക്കാവുന്ന രാജകീയ പദവി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവവിളിപ്രകാരം അവൻ ദൈവജനത്തോടൊപ്പം നിൽക്കുവാനായി കഷ്ടത തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. സുഖഭോഗങ്ങളും സ്ഥാനമാനങ്ങളും വച്ചു നീട്ടിയപ്പോൾ തീർച്ചയായും നോ പറയാൻ മോശയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ അവൻ തന്റെ ജനത്തോടൊപ്പം കഷ്ടത അനുഭവിക്കുവാനായി രാജകൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി വന്നു. മോശ തന്റെ ദൈവവിളിയെ വലുതായി എണ്ണി. തീർച്ചയായും പ്രിയ സഹോദരി സഹോദരന്മാരെ, നോ നൽകുന്ന സുഖഭോഗങ്ങളോട് നോ എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധ്യം. ദൈവത്തിന്റെ ആത്മാവുള്ളവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ഈ ലോകത്തെ സുഖഭോഗങ്ങളോട് നോ എന്ന് പറയുമ്പോൾ മാത്രമേ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. മോശയ്ക്ക് ഇസ്രായേൽ ജനങ്ങളെ രക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഈജിപ്തിലെ സ്ഥാനമാനങ്ങളെയും രാജകീയ പദവിയെയും സുഖഭോഗങ്ങളെയും നിരസിക്കേണ്ടി വന്നു. നീ ലോകത്തെ നിരസിക്കുമ്പോൾ നീ ദൈവത്തെ സ്വീകരിക്കുന്നു, ദൈവരാജ്യത്തിന്റെ മകനായി മകളായി തീരുന്നു. നമ്മുടെ വിശ്വാസം ഈ ലോകത്തെ സുഖഭോഗങ്ങളോടുള്ള നോ എന്ന വാക്കിൽ നിന്നായിരിക്കട്ടെ. ഈ ലോകം സുഖങ്ങൾ വെച്ച് നീട്ടുമ്പോൾ, സ്ഥാനമാനങ്ങൾ വെച്ച് നീട്ടുമ്പോൾ അവയോട് നോ പറയുവാൻ നമുക്ക് സാധിക്കണം. നോയിൽ നിന്നും നമുക്ക് നമ്മുടെ വിശ്വാസം തുടങ്ങാം. നമ്മുടെ വിശ്വാസത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്ത് തന്നെയായാലും അതിനോട് നോ എന്ന് പറയുവാൻ ഇന്ന് നമുക്ക് കഴിയണം. നോ എന്ന് അവിടെ പറയുമ്പോൾ കർത്താവിനെ സ്വീകരിക്കുവാനായി നാം യെസ് പറയുന്നു. പാപത്തോട് നോ എന്ന് എത്രത്തോളം നാം പറയുന്നുവോ അത്രത്തോളം ദൈവത്തോടും ദൈവവചനത്തോടും ദൈവരാജ്യത്തോടും യെസ് 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 എന്ന് നാം പറയുന്നു. ഹല്ലേലൂയ. മോശ തന്റെ വിശ്വാസത്താൽ സദൃശ്യമായ കർത്താവിന്റെ വാഗ്ദാനങ്ങൾക്കായി സദൃശ്യമായ സുഖഭോഗങ്ങളും സമ്പത്തും പദവിയും ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. ഈജിപ്ത് താൽക്കാലികമെന്നും ദൈവത്തിന്റെ രാജ്യം ശാശ്വതമെന്നും അവൻ എണ്ണി, അവൻ മനസ്സിലാക്കി. ഹല്ലേലൂയ. പ്രിയ സഹോദരന്മാരെ, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നമ്മുടെ വിശ്വാസത്തെ തടയുന്ന, നമ്മുടെ ആത്മീയ ജീവിതത്തെ തടയുന്ന എന്താണ് പ്രിയ സഹോദരന്മാരെ നമ്മുടെ കൈകളിലുള്ളത്, നമ്മുടെ ജീവിതത്തിലുള്ളത്? അത് വെറുത്തുപേക്ഷിക്കാൻ കർത്താവ് നമ്മോട് പറയുക. ഹല്ലേലൂയ. തെറ്റായ ഐഡന്റിറ്റി, കംഫർട്ട് സോൺ, സ്വഭോഗങ്ങളിലൂടെ ജീവിച്ചു പോവുകയാണോ നാം? ലൗകികമായ അംഗീകാരം ഇവയെല്ലാം വെറുത്തുപേക്ഷിച്ച് കർത്താവിന്റെ വഴികളിലൂടെ കടന്ന് ദൈവരാജ്യം സ്വന്തമാക്കുവാനായി കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യാൻ. പ്രിയ സഹോദരന്മാരെ, നമ്മളുടെ വിശ്വാസം, നമ്മളുടെ കർത്താവ് ഉണരുമ്പോൾ, ഉയരുമ്പോൾ, നാം ഉയർത്തുമ്പോൾ ഈ ലോകം, മറ്റുള്ളവർ ഈ ലോകം വച്ച് നീട്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നാം വെറുത്തുപേക്ഷിക്കുകയും കർത്താവിന്റെ പിന്നാലെ ഓടുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ആകിയാൽ എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയ സഹോദരന്മാരെ, നമുക്ക് പാപ വഴികളെ, ലോകം നൽകുന്ന സുഖ സൗകര്യങ്ങളെ വെറുത്ത് ദൈവരാജ്യത്തിന്റെ നിർമ്മിതിക്കായി പരിശ്രമിക്കാം. ദൈവരാജ്യത്തിനും ദൈവത്തിനും യെസ് എന്ന് പറയാം. അവിടുന്ന് നമ്മുടെ കടന്നു വന്ന് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.